ഹായ്, ഇന്ന് നമുക്ക് പുതുമയുള്ള ഒരു ഡെസ്ക്ടോപ്പ് ഫൗണ്ടൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിന് മുകളിലോ സ്റ്റഡി ടേബിളിന് മുകളിലോ ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. 1 ഫീറ്റ് വിഡ്ത്തിലും 1 ഫീറ്റ് ഹൈറ്റിലും ഉള്ള ഒരു റേഷ്യോയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. സിമെൻറ്റ് വെച്ചിട്ടാണ് ഇത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് അതിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത്. ഒരു ഫ്രെയിം ലൈക്ക് സ്ട്രക്ചറിലാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. ഫ്രെയിമിന് താഴെയാണ് ഒരു വാട്ടർ കണ്ടെയ്നിങ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഒരു പമ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ഫ്രെയിമിന് മുകളിലുള്ള ഹോളിലൂടെ താഴേക്ക് വീഴ്ത്തും. അതാണ് നമ്മുടെ പ്ലാൻ. ഇതിനുള്ളിലുള്ള പൈപ്പ്സ് നമുക്ക് ഈ സൈഡിലുള്ള ഫ്രെയിമിനുള്ളിൽ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിന് നടുക്ക് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു പ്ലേസ് ചെയ്യുന്നുണ്ട്. ബുദ്ധൻ്റെ സ്റ്റാച്ചു പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിലുമായിട്ട് കുറച്ച് വാട്ടർ ബേസ്ഡ് പ്ലാന്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലാൻ. പൈപ്പ് നമുക്ക് ഉള്ളിലൂടെ ഹൈഡ് ചെയ്യേണ്ടി വരും. സോ ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മോൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാർട്ടൺ ബോക്സസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓൺലൈനിൽ വരുന്ന വേസ്റ്റ് ആവുന്ന കാർട്ടൺ ബോക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 1 ഫീറ്റ് ലെങ്തിലും 1 ഫീറ്റ് ഹൈറ്റിലും ഉള്ള ഒരു കാർട്ടൺ ബോക്സ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് അതിന് ഡെപ്ത് ഉണ്ട്. സിമെൻറ്റിന് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഞാൻ അതിൽ മെറ്റൽ മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മെറ്റൽ മെഷ് കട്ട് ചെയ്ത് നമുക്ക് 4 സൈഡും പ്ലേസ് ചെയ്യാം. മെഷ് ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാതെ, കൈ കട്ടാവാതെ സൂക്ഷിക്കണം. നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉണ്ട്. അതുപോലെ ഈ സ്ട്രക്ചറിൻ്റെ ബേസ് ഭാഗത്തുള്ള കണ്ടെയ്നറിൻ്റെ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മെഷ് പ്ലേസ് ചെയ്യാം. അടുത്തതായി സെറ്റ് ചെയ്യേണ്ടത് ഫൗണ്ടൻ്റെ പൈപ്പ് കണക്ഷനാണ്. അതിനായി ഞാൻ വേസ്റ്റ് വയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ച വേസ്റ്റ് ആയിട്ടുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് വയ്ക്കുന്ന പൈപ്പിൽ കുറച്ച് ഹോളുകൾ ഇടണം. അതുവഴിയാണ് വെള്ളം താഴേക്ക് പതിക്കേണ്ടത്. ഈ രീതിയിൽ പൈപ്പ് ഈ ഒരു കാർട്ടൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യണം. ഇനി സിമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ മോൾഡ് ഫില്ല് ചെയ്യാം. വെള്ളം ആവശ്യത്തിന് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടനെ അത് ബാധിക്കും. ഇതൊരു ഫ്രെയിം ഷേപ്പിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിനാൽ ആദ്യം ചെറിയ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത ശേഷം അകത്ത് ഉള്ള കാർഡ്ബോർഡ് ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇതുപോലെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് ഒരു 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം സെറ്റ് ആവാനായിട്ട്. ഒരു ഹാൻഡ് മെയ്ഡ് റസ്റ്റിക് റഫ് ഫീല് വരാൻ വേണ്ടി ആ രീതിയിലുള്ള ഫിനിഷാണ് ചെയ്തേക്കുന്നത്. ചുറ്റും നോക്കിയാൽ മതി, സിമെൻ്റെല്ലാം ആ രീതിയിൽ നമ്മൾ റഫാക്കിയിട്ടുണ്ട്. ഇതൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥയാണ്. അകത്തുള്ള കാർഡ്ബോർഡ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള പൈപ്പിൻ്റെ ഏരിയയിലുള്ള സിമെൻറ്റ് ഞാൻ റിമൂവ് ചെയ്തു. പൈപ്പിൻ്റെ ഹോൾസ് എല്ലാം വിസിബിൾ ആക്കിയിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടമായിട്ട് താഴെയുള്ള വാട്ടർ കണ്ടെയ്നിങ് ഏരിയയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി ബാക്കിയുള്ള ആ മെഷീൻ്റെ ഏരിയ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. തുടർന്ന് ആ ഏരിയയിൽ നമ്മൾ ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അകത്ത് വെള്ളം ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ഏരിയയിൽ സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കും. അവിടെയും സിമെൻറ്റ് ഫില്ല് ചെയ്ത് ഒരു റഫ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സ്ട്രക്ചർ റെഡിയായി. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഏകദേശം റെഡിയാണ്. കുറച്ച് ഏരിയ നമുക്ക് ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട്. ബാക്കി മെഷൊക്കെ വിസിബിളാണ് ചില ഏരിയയിൽ. അവിടെ നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് അതെല്ലാം ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഉള്ള ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് വാട്ടർ കണ്ടെയ്നിങ് ഏരിയയും താഴെയുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയ ഫിനിഷ് ചെയ്യാം. ഇതുപോലെ സിമെൻറ്റ് ഉപയോഗിച്ച് റഫ് ഫിനിഷിൽ ബാക്കിയുള്ള ഗ്യാപ്പുകളും
കാര്യങ്ങളും ഫിനിഷ് ചെയ്യണം. ഇതുപോലെ എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്ത ശേഷം നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കാം. അതിനുശേഷം നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ ടൈൽ സ്റ്റോൺ ക്ലിയർ കോട്ട് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് അതിൽ കുറച്ച് ഗ്രീൻ കളറെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ടെക്സ്ചേർഡ് ഫീൽ ക്ലിയർ ടെക്സ്ചേർഡ് ഫീൽ നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊരു മാറ്റ് ഫിനിഷ് പെയിൻ്റ് ആണ്. ഇത് ഓൺലൈൻ വഴി ഞാൻ വാങ്ങിയ ഒരു ചെറിയ USB ഓപ്പറേറ്റഡ് വാട്ടർ പമ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്ലേസ് ചെയ്യാം. തുടർന്ന് നമുക്ക് ഈ പമ്പ് ഇതിൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് നേരത്തെ ചെയ്തേക്കുന്ന പൈപ്പിൻ്റെ ഒരു ഹോള് നമുക്ക് ഡ്രിൽ ചെയ്തെടുക്കാം. താഴെ കണ്ടെയ്നറിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഏരിയയിലുള്ള ആ ഹോളിലൂടെ നമുക്ക് ഈ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അതിലേക്കൂടെ കയറ്റി മുകളിലേക്ക് കൊണ്ടുവരണം. ഈ USB മോട്ടറിനൊപ്പം തന്നെ അതിനായിട്ടുള്ള ട്യൂബും കിട്ടുന്നതാണ്. സോ ഈ ട്യൂബ് നമുക്ക് പൈപ്പിലൂടെ നമുക്ക് മുകളിലെ ആ ഹോളിൻ്റെ അവിടം വരെ നമുക്ക് കയറ്റി വേണം. ഇതുപോലെ നമുക്ക് ടോപ്പ് പോർഷൻ വരെ നമുക്ക് കൊണ്ടെത്തിക്കണം. ട്യൂബ് മുകളിൽ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിന് ആവശ്യത്തിലുള്ള ലെങ്കിൽ ആ ട്യൂബ് കട്ട് ചെയ്തിട്ട് മോട്ടർ അവിടെ പ്ലേസ് ചെയ്യാം. മോട്ടറിൻ്റെ വയറ് നമുക്ക് വെളിയിലേക്കിടാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ഓക്കെ വർക്കിംഗ് ആണ്. വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ അനുസരിച്ച് നമുക്ക് മുകളിലുള്ള ഹോൾസിന് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള വലിപ്പം കൂട്ടിയോ വർക്ക് ചെയ്ത് നമുക്ക് അവിടെ ചെയ്യാം. ഇതിപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തായി ഞാൻ കുറച്ച് വൈറ്റ് ബ്ലാക്ക് പെബിൾസ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി പെബിൾസ് കുറച്ച് നമുക്ക് മോട്ടറിനെ ഹൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പെബിൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുറച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാന്റ്. ഇവിടെ ഞാൻ മണി പ്ലാന്റ് ആണ് യൂസ് ചെയ്യുന്നത്. മണി പ്ലാന്റ് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഭംഗി ഉണ്ടാക്കുന്നുണ്ട് അതിന്. ഇനി നമുക്കിതിനെ നമ്മുടെ ഡൈനിങ് റൂമിലോ ഗാർഡനിലോ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയ സ്റ്റോണിലുണ്ടാക്കിയ ഒരു ബുദ്ധനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ ഫൗണ്ടന് നടുക്കായിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് LED റൈസ് ലൈറ്റ് ആഡ് ചെയ്തൊരു വെർഷനാണ്. ഇൻഡോറിലൊക്കെ പ്ലേസ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നമുക്ക് ഒരു റിലാക്സിങ് എഫക്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ടും ആ ഒരു ആംബിയൻസ് എല്ലാം മനസ്സിനൊക്കെ കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഡൈനിങ് റൂമിലും ബെഡ്റൂമിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം സിമ്പിളായിട്ട് ട്രൈ ആവുന്നതാണ്. ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.